ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? പിന്നെ നമ്മളെ ഭക്തിയുടെ പുതിയൊരു ഇന്റർവ്യൂ ഇറങ്ങിയിരിക്കണു. കുറെ ആളുകളായി എന്നെ ഇതിൽ മെൻഷൻ ചെയ്യണു. ഞാൻ എനിക്കൊരു സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരുന്നതാ. എന്തായാലും ഇന്റർവ്യൂ ഒന്ന് കേൾക്കാം. ഇനിയിപ്പോ ഈ ഇന്റർവ്യൂ ഞാൻ ഇപ്പൊ ചെയ്യാനുള്ള കാരണം എന്താ അറിയോ? ഇതിന് റിയാക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്റെ മനസ്സിൽ കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെ ആകുക എന്നുള്ളത് അതിന് വ്യക്തമായ ഒരു കാരണം പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്. ഒന്ന് കേട്ടോ. കുഞ്ഞിലെ ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഒരു പ്രണയം എന്ന് വെച്ചാൽ എന്റെ ഒരു 3-3.5 വയസ്സ് തൊട്ടിട്ട്. 3.5 വയസ്സ് തൊട്ടുള്ള പ്രണയോ? ശരിയല്ലല്ലോ ആ പ്രണയം അത്ര. ശരിയല്ലല്ലോന്നോ, എനിക്ക് എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയോ? ഞാന് ഓളെ പ്രണയം ശരിയല്ല എന്ന് പറയുന്നത് തോന്നും. ഓളിപ്പൊ കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ ശരിയാണ് എന്നുള്ളത്. ഈ ആങ്കർ ഉണ്ടല്ലോ, ഓനിക്കുള്ളത് ഞാൻ വേറെ കൊടുക്കാം. ഇതിപ്പോ എന്തായാലും ഇതിന് കഴിയട്ടെ. കൂടിയും ഞാൻ അവര് സാരി വെച്ചിട്ട് പന്തല് കെട്ടും. എന്നിട്ട് ഞങ്ങളുടെ പിള്ളേര് ഏതാന്ന് വെച്ചാല് ഈ തേങ്ങക്ക് മുമ്പായിട്ട് ഇളനീരിന്റെയും തേങ്ങയുടെയും നടുക്കായിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ തൊണ്ട് എന്ന് പറയും, മുച്ചിങ്ങ എന്നൊക്കെ പറയും. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങള്. അത്രമേൽ അവനില്ലാതെ ഞാനും ഞാനില്ലാതെ അവനും ക്ലാസ് പോകില്ലായിരുന്നു. അങ്ങനത്തെ എന്റെ കസിൻ തന്നെയാണ്. പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇപ്പൊ ആശാൻ കല്യാണം കഴിച്ചൊരു കുഞ്ഞിന്റെ അച്ഛനൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം എന്ന് പറയുമ്പോ വാപ്പായുടെ അല്ലെങ്കിൽ ഉമ്മയുടെ ഒക്കെ മക്കള്. എന്റെ ഉമ്മയും വാപ്പയും തന്നെ ഏട്ടന്റെയും അനിയന്റെയും മക്കളാണ്. സ്വന്തം ഏട്ടന്റെ വാപ്പാടെ തല ഏതാ മൊയന്ത ഓനിക്ക് ഇതുവരെ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. ഓളെന്താ പറയണ അറിയോ? ഓളുടെ ഉമ്മയും വാപ്പിയും ശരിക്ക് സഹോദരങ്ങളാ. എങ്ങനെ? ഓളെ വാപ്പാടെ ഏട്ടന്റെ മോളാണ് ഓളുടെ ഉമ്മ. അതായത് ഇപ്പൊ നമ്മളൊക്കെ നമ്മളുടെ ഉപ്പാടെ അനിയന്റെ ഏട്ടന്റെ ഒക്കെ മക്കളെ എങ്ങനെയാ കാണുക? സ്വന്തം കൂടപ്പറപ്പിങ്ങളായിട്ടാ, ബ്ലഡ് ആയിട്ട് അല്ലേ? പക്ഷെ അവര് തമ്മിൽ തന്നെ വിവാഹം കഴിച്ചിരിക്കണു. അല്ലാതെ എങ്ങനെ ഒരു ചെയ്ത്താണ്ടാകുമോ? അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഇത് എവിടെയാ പേശിക്കണെന്നൊരു പിടുത്തവും കിട്ടിയിരുന്നില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എവിടെയാ പേശിക്കണേ എന്നുള്ളത്. ഇത് ഓൻ ചോദിക്ക, ഓ മുറപ്പെണ്ണെ മുറച്ചെറുക്കൻ, ഇവനൊക്കെ ആരതിനെ ഏൽപ്പിച്ചെന്ന് ഒരു പിടുത്തമല്ല. ബാക്കി കേൾക്കാം. മുറച്ചെറുക്കനും മുറപ്പെണ്ണും അല്ല താനും. എന്റെ വാപ്പയുടെ വാപ്പയും ഉമ്മയുടെ വാപ്പയും തമ്മിൽ ഏട്ടനും അനിയനുമാണ്. ഏട്ടൻ അനിയൻ മക്കൾ അങ്ങനെ കല്യാണം സ്വന്തം സഹോദരങ്ങൾ തമ്മിലുള്ള മക്കൾ തമ്മിലാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ എല്ലാരും സഹോദരങ്ങളാണ്. പക്ഷെ എന്റെ ഉമ്മാന് പുറത്തേക്ക് കല്യാണം കഴിപ്പിക്കേണ്ട, അകത്തുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ കഴിപ്പിക്കണം വിവാഹം കഴിച്ചതാണ്. എന്റെ ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് ഇവനില്ലാതെ ഞാൻ സ്കൂളിലോ മദ്രസയിലോ പോകില്ല. അപ്പൊ എന്നെ ആദ്യമായിട്ട് മദ്രസയിൽ ചേർത്ത്. അല്ല, ഞാൻ അതിനു മുമ്പ് ഈ 3.5 വയസ്സിലെ പ്രണയം ഇത് എങ്ങനെയാണ് ഈ പ്രണയം മുട്ടിട്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞങ്ങളുടെ ആ നാട്ടിൽ ഒരുപാട് ആൾക്കാര് കമ്പനിക്കാരുണ്ട്. പക്ഷെ ഇവന്റെ കൈ പിടിക്കാതെ ഞാൻ നടക്കൂല. ചെറുപ്പം തൊട്ടേ ഇതാണ് കോലേ. ഞാൻ കളിക്കുള്ളൂ, വേറെ ആരെയും ഞങ്ങൾ കളിക്കാൻ നിൽക്കൂല. അപ്പൊ ഇവന്റെ കൂടെ ഞാൻ നടക്കുള്ളൂ എന്നുള്ള, നഴ്സറി പോവുകയാണെങ്കിൽ ഇവൻ വേണം. അങ്ങനെ എന്നെ മദ്രസയിലേക്ക് ചേർത്തി. ഞാനും ഇവനും മദ്രസയിൽ ഒരേ മദ്രസയിൽ തന്നെയാണ്. അപ്പൊ ഇവൻ മദ്രസയിൽ പോകണമെങ്കിൽ എനിക്ക് ഇവൻ വേണം. അല്ലെ അന്നത്തെ ഓൻ ലീവുള്ള ദിവസം ഞാൻ ലീവ്. അങ്ങനത്തെ ഒരു അത്രക്ക് പ്രണയത്തിനൊക്കെ ശരിക്കും എന്താ പറയാ, അത്രമേൽ വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വീട്ടുകാർ ഒരു പക്ഷെ അവനെ കൊണ്ടേ കല്യാണം. ഞങ്ങൾ രണ്ടാളും ഒരേ ഏജ് ആട്ടോ. അങ്ങനെ എന്റെ വീടിന്റെ ചില്ലറ കഴിച്ചിലാകലും നല്ല കഴിച്ചിലായിരിക്കണം. അപ്പൊ ഞാന് മദ്രസയിൽ പോകാനൊക്കെ റെഡി ആയിട്ട് അടുക്കള വശത്ത് വന്നിട്ട് ഇവന്റെ പേര് മേലോട്ട് നോക്കി വിളിക്കും. അപ്പൊ എന്റെ ഈ കഥയിലെ വില്ലത്തി എന്ന് പറയുന്നത് എന്റെ വാപ്പയുടെ ഉമ്മയാണ്. എന്റെ വാപ്പയുടെ ഉമ്മ എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ലേഡിയാണ്. ഭയങ്കര സ്ട്രോങ് എന്ന് വെച്ചാൽ ആള് എന്താ പറയാ, ഈ വല്യമ്മക്ക് ഒരാങ്ങളുണ്ട്. ആങ്ങള നമ്മുടെ ബഷീർ പോലെയാണ്. 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. 1 7 മക്കൾ. ഞങ്ങളെ പ്രണയം നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓള് കാഞ്ചനി മെയ്തീനാവുക. ഓളെ പ്രണയ കഥ കാണൂര് മുഴുവോ ഇവിടെ കാമുകന്മാരാ. ഇത് നാട്ടില് മുഴുവൻ അറിയാം. നാട്ടിൽ ഇവളെ കുറിച്ചിട്ട് എന്താ അറിയാത്ത? സമയത്തായി പ്രണയം അറിയുന്നത്
അവരെ വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്ന സമയത്താണ് ഇവരറിയുന്നത് ഞാനും ഇവനും ഒരുമിച്ചേ സ്കൂളിലും മദ്രസയിലും പോകുന്നു. അതാ ഞാൻ ചോദിച്ചത്. അപ്പം ഏത് പ്രായത്തിലാ? നിറം സിനിമ ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ. ഓളിപ്പോ കുഞ്ചാക്കോനും സാലിനിയാകാനുള്ള പരിപാടിയാ. ഇതിവിടെ ഇന്നും നിൽക്കും തോന്നുന്നില്ല, കുറച്ച് അടിച്ചു വിടാം. കളിക്കാൻ ഇറങ്ങൂല. അന്ന് തൊട്ടിട്ട് ഇവന്റെ കൂടെ ഞാൻ കളിക്കാറുള്ളൂ. ഓളെ പ്രണയവും തള്ളും പട കേട്ട് കഴിഞ്ഞാ എങ്ങനെ ഇത് ഉണ്ടായിക്കണെന്നുള്ളതിന് ഇപ്പൊ ഒരു രൂപം കിട്ടിയില്ലേ? അപ്പൊ അതായിരുന്നു എനിക്ക് കിട്ടേണ്ടത്. ഞാൻ എന്തായാലും കിട്ടി. ഓളോളെ പതിവ് പരിപാടി വീണ്ടും തുടങ്ങിയിരിക്കുന്നു. എന്താ അറിയോ, ഓൾക്ക് എന്തോ അർജന്റ് ആയിട്ട് പറയേണ്ടത്രതാ. ഇതും കൂടി കേട്ടിട്ട് പോയാ മതി എന്നാ പറയണതാ. ഞാൻ മീൻ കഴിക്കും. മീൻ എങ്ങനെയാടാ ഹലാലാവ്? അതാ മീൻ എന്താ ഹലാലില്ലാത്ത? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലാന്നില്ലേ? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മീൻ അതിന്റെ എനിക്ക് എന്താ ഇസ്ലാമിക കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അറിയില്ലെങ്കിൽ പിന്നെ ഇതിന് കൊണക്കാൻ നിൽക്കരുത്, മനസ്സിലായോ? ഇത് എല്ലാം അറിയുന്ന ഭാവത്തിലെ ഓളെ വിളിച്ചു. അനക്ക് വേണ്ടത് ഓളെ 4 വർഗീയതയാണ്. അതോളം ഇഷ്ടം പോലെ തരുന്നുണ്ട്. മീൻ കഴിക്കാൻ പറ്റൂല എന്നുള്ളത് ഇസ്ലാം ഉണ്ടായ മുതല കാലഘട്ടത്തില് നമുക്കൊക്കെ ഈ മുസ്ലിമായി ജനിച്ചൊരു വ്യക്തിക്ക് അറിയാം. ഇത്രയും വർഗീയത ഉണ്ടാക്കി മാത്രം ജീവിക്കുന്ന ഓളൊക്കെ ഇന്റർവ്യൂക്ക് വെച്ച് വരുത്തുമ്പോ അതിന്റെ ഇസ്ലാം ഭാഷം കൂടി അറിയണം. അല്ലാതെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള മാതിരി ഇരുത്തിരുന്നിട്ട് ഓളെ അന്നോട് ഇങ്ങനെ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിക്കുമ്പോ ബബ്ബ അടിക്കല. അതിന് മറുപടിന് പറഞ്ഞു കൊടുക്കാം എനിക്ക് കഴിയോ? അല്ലെങ്കിൽ പിന്നെ വെറുതെ അവിടെ നിന്ന് വർത്താനം പറയരുത്. അതിന്റെ ഇസ്ലാമിന്റെ വേർഷൻ എന്താണെന്നുള്ളത് അത് വലിയൊരു ചോദ്യമാണ് എന്നൊക്കെ പറഞ്ഞു. മദ്രസക്ക് പറഞ്ഞയക്കുമ്പോ അങ്ങോട്ട് പോകണം. തൊടുകൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് വലിയ ചോദ്യമായിട്ട് വരും. മദ്രസക്ക് പോയോ എനിക്കിതൊരിക്കലും വലിയ ചോദ്യമല്ല. അതിന്റെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു വേർഷൻ ഞാനിപ്പോ ഒരു മൂല്യര് പറയുന്നത് എന്നെ വിട്ടുതരാം. ഇതാ, പല ആളുകളും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അതിനൊരു കൃത്യമായ ക്ലാരിഫിക്കേഷൻ വീഡിയോ ചെയ്യുന്നത്. ചത്തുപോയതെല്ലാം, ജീവൻ പോയതെല്ലാം നജസാണ്, അത് മുഴുവനും കഴിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ഒരിക്കലും ഇസ്ലാം പറഞ്ഞിട്ടില്ല. മത്സ്യം, അതുപോലെ ജറാദ് എന്ന് പറഞ്ഞൊരു കിളിയുണ്ട്. ഇത് രണ്ടും സ്വാഭാവികമായി ജീവൻ പോയാലും ചത്തുപോയാലും മറ്റൊരാൾ കൊന്നാലും ഇത് രണ്ടും നമുക്ക് ഭക്ഷണ യോഗ്യമാണ്, ഭക്ഷിക്കാം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. മത്സ്യം കടലിൽ നിന്ന് ചത്തതിന് ശേഷമാണല്ലോ നമുക്ക് കിട്ടുന്നത്, അതല്ലെങ്കിൽ വലയിൽ കുടുങ്ങി ചത്തുപോയതിന് ശേഷമാണല്ലോ നമുക്ക് കിട്ടുന്നത്, അതല്ലെങ്കിൽ കരയിലേക്ക് പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അതിന്റെ ജീവൻ പോകുമല്ലോ. മറ്റൊരാള് ഇസ്മി ചൊല്ലി അറുക്കാത്തതാണല്ലോ, അത് മുസ്ലിമിന് നിഷിദ്ധമാണല്ലോ എന്ന രൂപത്തിൽ ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. മത്സ്യം കേട്ടല്ലോ, ഇതാണ് ഇസ്ലാമിന്റെ വേർഷൻ. അനക്കറിയില്ലെങ്കിൽ അനക്ക് ഇങ്ങനെ എന്താ പറയാ, അനക്ക് 4 വർഗീയത കിട്ടണം, ചാനൽ റീച്ച് ആക്കണം, അതിനാ ജോളെ കൊടുത്തിരുത്തിക്കണ വെച്ചെങ്കിൽ അത് പറ. നല്ലൊരു ചോദ്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞ വലിയ ആറ്റിറ്റ്യൂഡും ബിൽഡപ്പ് ഒന്നും ഇജ്ജ് കൊടുക്കണ്ട. ഓൾക്കുള്ളത് ഞാൻ വേറെ കൊടുത്തോളാം. അപ്പൊ അതിന്റെ ഒരു വേർഷൻ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി നിങ്ങളോട് പറയാനുള്ളത് എന്താ അറിയോ? ഇതാ അങ്ങനെ ഗുരുവായൂരെത്തി ആദ്യത്തെ ഫോട്ടോ കൊടുക്കാണ്. ആളെ കാണിക്കുന്നില്ല കേട്ടോ. ആൾക്ക് ക്യാമറന്റെ മുമ്പിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ആളെ കാണിക്കുന്നില്ല. കേട്ടില്ല നിങ്ങളെ? 10-25,000 റുപ്യ കരപ്പാ ഫോട്ടോത്തിന്റെ വില. അപ്പൊ ആൾക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ താല്പര്യമല്ല. ഇത് നമ്മൾ തൊണ്ട ഇടാതെ കണ്ട് വിശ്വസിക്കും വേണം. എങ്ങനെ അമ്മായിരത്തെ പവറല്ലേ ഇവളൊക്കെ ക്യാമറയിൽ പെട്ടവന്റെ അവസ്ഥ പഞ്ചായത്ത് ഓഫീസ് കുടുങ്ങിയ മാതിരിയാക്കാരം. എങ്ങനെ ഉള്ളിക്ക് ലോക്കായിട്ട് ആ ഡോറിന്റെ ഉള്ളിലാണ് പെട്ടിട്ടുണ്ടെങ്കിൽ തുറക്കാനും പറ്റണില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ആ അവസ്ഥയായിരിക്കും ഇവളൊക്കെ ചാനലിലോ ഇവളൊക്കെ ക്യാമറയിലോ പെട്ട. അത് ഈ വ്യക്തിക്ക് നല്ല അറിയാം. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നിയില്ല. കാരണം ഇവള് ഈ ആഴ്ചക്ക് 3 ആത്മഹത്യ ആളല്ലേ. ഓൾക്കിപ്പോ ഇനിയിപ്പോ ഒരു ഓളെ ഫോട്ടോ പോണുണ്ടെന്ന് അറിയിച്ചാണ് ഒരു പണി. അതൊന്നും അല്ല. ഞാൻ കാണിച്ചുതരാ. ഇവള് ലസിത പാലക്കലിന് എതിരെ ഇവളെ ചെറുക്കനെ എന്ന് പറഞ്ഞു. ഓള് വെറ്റക്കാരം ആരുതാണെന്ന് അറിയില്ല. ഓള് ആ ചെറുക്കനെ പടം വന്നിരുന്ന് പറഞ്ഞിരുന്നു. എന്താ പിന്നെ നിങ്ങള് ആരും ലസിത പാലക്കലിനെ വോട്ട് ചെയ്യരുത്. കാരണം എത്ര വലിയ വർഗീയതയാണ് അവർ പറയുന്നത്. എത്ര വലിയ കുട്ടികളായ ഞങ്ങളെപ്പോലും അവർ വെറുതെ വിടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും അവർക്ക് വോട്ട് ചെയ്യരുത്. ലസിത പാലക്കല് എന്താ പറയാ, ജയിച്ചാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാ. ഇവളും കൂടി പറഞ്ഞിട്ട് വേണം ഓളെ തോൽപ്പിക്കാനെന്നുള്ള ഈ സ്ഥാനാർത്ഥിയായിട്ട് പേരവിടെ കൊടുത്തോടുകൂടെ തുടങ്ങിയതാ എങ്ങനെ ഈ മുസ്ലിങ്ങളെ പറച്ചിലൊന്നും നിർത്തിയത്. അതുവരെ മുസ്ലിങ്ങളെ പച്ചർച്ച ഇതൊന്നും കൊണ്ട് നടക്കണ ഓള് പെട്ടെന്ന് അന്ന് മുതല് ഓള് മുസ്ലിങ്ങളെ കുറിച്ച് ഒന്നും പറയാതെ ആയി. അലാക്ക് ഡീസന്റ് ആയി ഓള്. അപ്പൊ എന്ത് ചെയ്തു ഇവൾക്ക് അറിയാം ഓള് തോൽക്കുന്നുള്ളത്. കാരണം ഓളെ ആര് ജയിപ്പിക്കാനോ സ്വന്തം പരിന്ന് പോലും ഒരു വോട്ട് കിട്ടൂല. അതാണ് ഈ ലസിത പാലക്കലിന്റെ ക്വാളിറ്റി. ആ ഓളെ തോൽപ്പിച്ചാൻ വേണ്ടി ഇവളെ മകനും രംഗത്തിറങ്ങി എന്നല്ല, എന്നിട്ട് ഇവളെ വാക്കുമ്പോ തോറ്റ മാതിരി ഇവളുടെ ഒരു വർത്താനതാ.
ചേച്ചി കരയാ. വിഷമം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. ഓ എന്റെ വിഷമം അവരോട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ഓള് ലസിനെ ഊക്കുക. അപ്പൊ മനസ്സിലായില്ലേ ഓളെ സ്ഥിരം കരച്ചിലിന്റെ വീഡിയോയുടെ കാര്യം എങ്ങനെയാ വരുന്നതെന്ന്. എന്ത് നന്നായിട്ട് അവളെ ആക്ട് ചെയ്യണത്. ഇനിയിപ്പൊ 2 ദിവസം കൊണ്ട് ഉണ്ടാകും ഒരു ആത്മഹത്യ. കൺട്രോൾ നിങ്ങള്. ഇത് സീസണാണ്, ആത്മഹത്യയുടെ സീസണാ. കാരണം എന്താ വെച്ചാൽ ഇനി ലസിത എടുത്തിട്ട് മീൻ വറുക്കണ മാരിയിട്ട് വറുക്കുമ്പോള് അപ്പൊ ഇരുന്ന് മൂങ്ങും ചെയ്യും, ഒരു ആത്മഹത്യ ഉണ്ടാവും. കൺട്രോൾ നിങ്ങള്. ഇവൾക്ക് ഈ മതം വിറ്റിട്ടുണ്ടാവും. ഇവിടെ കുരിനേട്ടന്റെ അനുഗ്രഹം വാങ്ങിയതാ ഓള്. ഓള് കുരിനേട്ടല്ലാതെ ഇപ്പൊ നടക്കൂല, തിന്നൂല. എവിടേക്കും കുരിനേട്ടൻ വേണം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി വിടുന്ന രാജ്യം ഏതാ അറിയോ നിങ്ങക്ക്? ഇല്ലേ കേട്ടോ, കോഴിക്കോടാണത് രാജ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാ? കോഴിക്കോട് ഏറ്റവും വലിയ രാജ്യം. ഇത്രയും വലിയ ചോദ്യം ചോദിച്ചാൽ ഇതാണ് അവസ്ഥ. ഓളെന്നെ പറഞ്ഞില്ല 3-ാം വയസ്സിൽ തുടങ്ങിയ പ്രേമാണ്, ഞാനും ഇല്ലാതെ എങ്ങോട്ടും പോകൂലെന്ന്. പണ്ട തൊടുവ് കൂടിയും പറമ്പ കൂടിയും നടന്നിട്ട് ഓളിപ്പോ കോഴിക്കോട് പിന്നെ പിടിച്ചൊരു രാജ്യമാക്കി. ഈ ഇവളാണ് കണ്ണഭക്തി. ഇതൊക്കെ അല്ലെങ്കിൽ സംഘികളുടെ വിജയ. കാരണം എന്താ അറിയോ, ജസ്നാനെ ഇല്ലാതാക്കാൻ നോക്കിപ്പോ അമ്പലനടയില്, ഗുരുവായൂരിന്റെ അമ്പലനടയിലെ ഉള്ളില് വരെ എത്തി. ഓലത്ത് ചോദിച്ചോക്കാം, നപ്പോലി നമ്മളൊക്കെ പാകിസ്ഥാനിക്ക് പറഞ്ഞേക്കും. അതിന് കരുത്തില്ലോല ഓലിട്ടോ, ഒന്നും പറയരുത്. ജസ്നാൻ ഇന്ന് വരാൻ അമ്മലപ്പടിമെന്ന് ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറക്കാൻ അമ്പലം കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഓലിപ്പോ നമ്മളെ പാകിസ്ഥാനിക്ക് പറഞ്ഞേക്കും. എന്താ തിരിച്ച് ആലോചിച്ചിട്ടാണെങ്കിൽ എത്തും കൂടിയും കിട്ടുന്നുമില്ല. ഇവിടെ ചെറുക്കനും പാടെ ലസാ പാലക്കലിനെതിരെയുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? അതാ വേണേന്ന് കണ്ടോ? എന്റെ പേര് ലഞ്ചൻ, ഞാൻ ജസ്ന സലീമിന്റെ മോനാണ്. ഈ മാസ്ക് ഇട്ട് ഈ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാന്ന് ഇജ്ജ് പറയുന്നത് ഞാൻ പറയാം. അന്റെ തള്ള അത്രക്ക് നന്നു, അതുകൊണ്ട് അനക്ക് മാസ്കും എടുത്ത മുണ്ടൊക്കെ തലയിലിട്ടിട്ടേ നടക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒന്നും അന്നെ സമൂഹം എന്താ പറയാ മനുഷ്യന്മാരെ മാതിരി കാണൂല. എന്തുകൊണ്ടാ അറിയോ? അന്നെ ഓള് പ്രസവിച്ചു എന്നുള്ള ഒരു തെറ്റുണ്ട്. ബാക്കി പറ. പേടിച്ചുകൊണ്ടാണ് എന്റെ ഉമ്മാക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കാണുന്നതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ കൂടി എന്റെ ഉമ്മാനെ വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങളെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എടാ, സോഷ്യൽ മീഡിയക്കാര് മുഴുവൻ എന്റെ പെരയിൽ വന്നിട്ട് ഉമ്മാനെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചിട്ടല്ല. എന്റെ അമ്മ പച്ച വർഗീയവാദിയാണ്. അതിനെ കുറിച്ച് വല്ല ധാരണയുണ്ട് എനിക്ക്? വർഗീയത കൊണ്ട് ഹിന്ദുവിനെയും മുസ്ലിമീങ്ങളെയും തമ്മിലടിപ്പിച്ചാനും കപടഭക്തത കൊണ്ടേ എന്റെ ഈ ഉമ്മ എന്ന് പറഞ്ഞില്ലേ, ഓള് കാണിച്ചു കൂട്ടുന്ന അക്രമം എന്താന്നുള്ളത് ഇടയ്ക്ക് മറ്റേ വേറെ ഏതെങ്കിലും ചാനലൊന്ന് ഇട്ട് നോക്ക്. ആ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഒന്ന് കയറി നോക്ക്. അനക്കൊക്കെ നക്കാൻ തരുന്നത് എങ്ങനെയാണ് അന്റെ തള്ളാന്നുള്ളത് ഈ പച്ച വർഗീയതയും കൊണ്ടാണ്. എന്നിട്ട് ഇജ്ജ് വന്നിട്ട് അന്റെ ഉമ്മാക്കും അനക്കും ഒന്നും ലസിത പാലക്കലിനെ പറയാൻ അർഹതയില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളൊക്കെ ഒരേ ഗ്രൂപ്പാ. വർഗീയതയും കൊണ്ടും മറ്റേ എന്താ പറയാ തമ്മിലടിപ്പിച്ചും കൊണ്ടും വിദ്വേഷം കൊണ്ടും മാത്രം ജീവിക്കുന്ന വർഗങ്ങളാ ഇജ്ജ്, അന്റെ തള്ള, ലസിത ഒക്കെ. ആര്യനെ ലജ്ജ തിന്നണത് ഇങ്ങനെ ഉണ്ടാക്കി തരുന്ന അന്ന ലജ്ജ തിന്നണത്. പിന്നെപ്പ ഇജ്ജ് ഷാറൂഖ് ഖാനാകും. മറ്റേ പുറത്തുകൂടെ അങ്ങനെ ഇറക്കി വരുമ്പോ ഹായ് എന്ന് പറയാ അന്നെ കാണുമ്പോ ഒരിക്കലൊക്കെ നീച്ചിട്ട്. എനിക്ക് പറയാനുള്ളത് ലസിത പാലക്കൽ, ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ തലശ്ശേരി കുട്ടിമാക്കൂൽ 21-ാം വാർഡിൽ മത്സരിക്കുന്ന ലസിത പാലക്കലെ കുറിച്ചാണ്. ഈ സ്ത്രീ നിരന്തരം ഞാനും എന്റെ അനിയത്തി മരണപ്പെടുമെന്നാണ് വീഡിയോ ചെയ്യുന്നത്. മരിച്ച എല്ലാരും മരിച്ചും. അതിപ്പോ ലസിത പാലക്കല് കാലാകാലം ഇവിടെ ഉണ്ടാകുമോ? എന്റെ ഉമ്മ എന്ന് പറഞ്ഞ നടക്കണ മറ്റേ ആ കപടഭക്തി എല്ലാ കാലവും ഇവിടെ ഉണ്ടാകുമോ? ഉണ്ടാവൂല. എന്താ എല്ലാരും മരിച്ചു. പക്ഷെ എന്താ അറിയോ, ഇജ്ജൊക്കെ എത്ര പോന്നില്ലെങ്ങായി എനക്കൊക്കെ ചോദിച്ചൂടെ? എന്ത് നേരം വെളുത്തിൽപ്പെടുന്നത് മാറ്റി ഇറങ്ങും. ദിവസം വൈകുന്നേരം വരുമ്പോ ആങ്ങളെ അറിഞ്ഞിട്ടോ ഫ്രണ്ട് അറിഞ്ഞിട്ടോ കുടുംബം പറഞ്ഞിട്ടോ ഓരോന്നിനായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ആരാണെങ്കിലും എനക്കൊന്ന് ചോദിച്ചൂടെ എങ്ങായി? ഇപ്പൊ ലസിത പാലക്കലിനെ ഉണ്ടാക്കാൻ പോന്നിക്ക പോയിക്കാ വിളിച്ചു. ആദ്യം സ്വയം നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി ലസിത പാലക്കലിനെയൊക്കെ നന്നാക്കാൻ നടക്കല് കേട്ടോ. എന്റെ ഉമ്മ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്നുള്ളത് ഇടയ്ക്കൊക്കെ ഒന്ന് അറിയാൻ നോക്ക്. ഇതിങ്ങനെ കൊടുന്നിരുമ്പോ വാങ്ങി നക്കിയാൽ മാത്രം പോരാ.
അവള് വന്നിക്ക ഇനിയിപ്പൊ ഇത് പറഞ്ഞതിന്റെ പേരിൽ ഇനിയിപ്പൊ ഒരു ആത്മഹത്യ ഉണ്ടാവും. സീസണല്ലേ, നടക്കട്ടെ. ഓക്കെ എന്നാ ഞാൻ വരാം.